ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വരവ് ചെലവിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ചെലവിനെ കുറിച്ച് സംസാരിക്കാം. വരവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തവണ എക്സ്പെൻസിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. വരവിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ വരവ് ചെലവാണ്, ഞങ്ങളുടെ ചെലവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അബിയും ആമിയും ഞങ്ങൾ 3 പേരാണ് കേട്ടോ. അല്ലാതെ ഇത് നിങ്ങളുടെ ചെലവായിട്ട് കണക്കൂട്ടരുത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ ഇത്രയും ചെലവുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ചെലവുണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾ കണക്കൂട്ടരുത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഒരു കണ്ടന്റ്, ഞങ്ങളുടെ ഒരു ഇതിനു വേണ്ടി, ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി, ഞങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ ഈ വരവ് ചെലവിന്റെ വീഡിയോസ് എപ്പോഴും ചെയ്യാറുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു. നമുക്ക് എല്ലാ വർഷം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ചെലവുകൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓവർ പറഞ്ഞതിനെ ഇതാക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ തന്നെ നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെലവ് വരുന്ന ഒരു കാര്യം നമുക്ക് പറയാം. നമുക്ക് പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് നമുക്ക് വീട്, പിന്നെ ഇപ്പൊ വണ്ടി, അങ്ങനെ തിരിക്കാം. അതെ, അത് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം തുടക്കം ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു കാര്യമില്ലേ, അതിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചെലവ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ വീടിന്റെ വാടക കേട്ടോ. അതായത് നമ്മുടെ വീടിന് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് ഏറ്റവും വലിയൊരു ചെലവ്. അത് മോർഗേജ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, റെന്റ് അടയ്ക്കുന്നവരാണെങ്കിലും അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ അത് ഇല്ലാത്തവരുണ്ടാവും, അപ്പൊ അവർക്ക് ആ ചെലവ് ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മളെ വീടിന് വരുന്ന വാടക എന്ന് പറയുന്നത് 1200 പൗണ്ടാണ് ഇപ്പൊ നിലവിൽ നമുക്ക് വരുന്നത്. നമ്മൾ തുടങ്ങിയത് 600 പൗണ്ടിലായിരുന്നു. ആദ്യം സ്റ്റുഡിയോയിൽ നിന്ന് മാറി, പിന്നെ നമ്മൾ ഒരു ടെറസ്ഡ് ഹൗസിലേക്ക് മാറി. അവിടെ സ്റ്റാർട്ടിങ് 700 സംതിങ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ തുടങ്ങിയപ്പോ 690 സംതിങ് ആയിരുന്നു. പിന്നെ 700 പഠിച്ചുണ്ട്. പിന്നെ എനിക്ക് 900 വരെ 900 വരെ എത്തി. 3 വർഷം നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ആ വീടൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഒരു 900 വരെ എത്തിയായിരുന്നു. 900 കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്നത് 1100 അല്ലേ? 1100 ഇപ്പൊ ഈ വീട്ടിൽ 1 വർഷം കഴിഞ്ഞു. അപ്പൊ 1 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും വാടക കൂട്ടി 1200 പൗണ്ടിലേക്ക് എത്തി. അടുത്ത വർഷം വീണ്ടും കൂടും. 1300 ആവും. ഒരു 90 പൗണ്ട് വെച്ചാ കൂട്ടുന്നത്. 90 അല്ല, എനിക്ക് വന്നത് 100 തന്നെയാ. കറക്റ്റ് 100 അത്ര 100 വെച്ച് കൂടുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വർഷവും ഇതിന് കൂടി പോകുന്നതല്ലാണ്ട് ഇത് കുറയത്തില്ല എന്തായാലും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ 1200 പൗണ്ടാട്ടോ. അടുത്ത വരുന്നത് കൗൺസിൽ ടാക്സ്. എത്ര വരുന്നത്? 188 പൗണ്ടാണ് നമുക്ക് വരുന്നത്. 188 പൗണ്ട് കൗൺസിൽ ടാക്സ്. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്. അപ്പൊ ഗ്യാസ് ബില്ല് എനിക്ക് തോന്നുന്ന 100 വരുന്നത്. നമുക്ക് ഗ്യാസും ഇലക്ട്രിസിറ്റിയും കൂടെ കൂടി, രണ്ടും കൂടെ കൂട്ടി 100 പൗണ്ട് എത്താറില്ല. അതിന് താഴെ ഡിപ്പെൻഡ് ആണ്. അത് പറഞ്ഞ 100 പൗണ്ട് കൂടിയാണ്, 100 പൗണ്ട്. പിന്നെ വാട്ടർ ബില്ല് 6 മാസം കൂടുമ്പോഴാണ് വരുന്നത്. 6 മാസം കൂടുമ്പോൾ 270 ഒരു 320 പൗണ്ടിനിടയിലൊക്കെ ആയിട്ടാണ് വരാറ്. അത് ഓരോ ടൈമിലും വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മളൊരു മന്ത്ലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 40-45 പൗണ്ടോളം വരുന്നുണ്ട് വാട്ടർ ബില്ല്. 45 പൗണ്ട് വരുന്നുണ്ട്. പക്ഷെ വാട്ടർ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളുടെ, പിന്നെ നമ്മള് കളയുന്നത് ഡ്രെയിനേജ് വാട്ടർ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇവർ ഈ വാട്ടർ ബില്ല് വരുന്നത്. അപ്പൊ അതിന്റെ ഉണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും തന്നെ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ അമ്മയുണ്ടാവും അല്ലെങ്കിൽ പപ്പയും അമ്മയൊക്കെ ഉണ്ടാവും. അപ്പൊ ആൾക്കാർ കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് വാട്ടർ യൂസേജും കറണ്ടും പിന്നെ ഗ്യാസും എല്ലാം അതിനനുസരിച്ച് യൂസ് ആവും. അപ്പം ഇത്രയാണ് നമ്മൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? എന്ത് വീട്ടിലേക്കുള്ള ഒന്നുണ്ട്, നമ്മുടെ ടി വി ലൈസൻസ്. 41 പൗണ്ട് വെച്ചിട്ട് 3 മാസം കൂടുമ്പോൾ 41 പൗണ്ട് വെച്ച് ടി വി ലൈസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ലൈവായിട്ട് പരിപാടികൾ കാണുന്നതുകൊണ്ട് ടി വി ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വൈഫൈക്ക് എത്രയാ? 27 പൗണ്ട് 26 പൗണ്ടാണ് വൈഫൈക്ക് 1 മാസത്തേക്ക് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടിനോടനുബന്ധിച്ച് നമുക്ക് വരുന്ന ചെലവ്. ഇനി നമുക്ക് അതൊന്ന് കൂട്ടിയിട്ട് പറഞ്ഞു തരാം കേട്ടോ എത്രയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി നമുക്ക് വന്നേക്കുന്നത് 1572 പൗണ്ടാട്ടോ. അതിന്റെ കൂടെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വീടിന്. നമ്മളെ വാടക വീടാണെങ്കിൽ കൂടി ഞങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് 24 പൗണ്ടാണ് നമുക്ക് മന്ത്ലി വരുന്നത്. അല്ല, മന്ത്ലി അല്ല, ഇയർലി അല്ലേ? ഇയർലി 24. കാരണം നമ്മള് കാർ ഇൻഷുറൻസിന്റെ കൂടെ കമ്പൈൻ ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് മൾട്ടി കവർ ആയിട്ട് ഒന്നിച്ച് കിട്ടിയത് കൊണ്ട് അത് 24 പൗണ്ടാണ് ഒരു വർഷത്തേക്ക്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഗാഡ്ജറ്റും ഈ പറഞ്ഞ പോലെ മൊബൈല്, നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കവർ ആവും. അപ്പൊ അതൊരു വർഷത്തേക്ക് ഉള്ളതാണ് 24 പൗണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു 1500
70 അല്ലെ, 1600 പൗണ്ട് പിടിക്കാം നമുക്കിപ്പം. ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ നമുക്ക് വരുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നമ്മള് റെന്റ് കുറയ്ക്കുവാണെങ്കിൽ, അല്ലെ കുറഞ്ഞ വാടകയുള്ള വീട് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് പൈസ സേവ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇത്ര റെന്റ് വരാൻ കാരണം ഇതൊരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് സെമി ഡിറ്റാച്ച്ഡ് ആണ്, ഗ്യാരേജ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, ബാക്ക് ഗാർഡൻ ഉണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണമെന്നുള്ളത് കൊണ്ട്, കാരണം വീട് മേടിക്കാൻ നമുക്ക് ഇനിയും കുറെ സമയം എടുക്കുന്ന കാരണം നമ്മൾ പിന്നെ ഇങ്ങനെ ഈ ഒരു അല്ലെങ്കിൽ എങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് തൽക്കാലം ഇങ്ങനെ മാറാം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ മാറിയത്. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് പൈസ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട് റെന്റ് കുറഞ്ഞ വീടുകളുണ്ട്, ഷെയർഡ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ബില്ല്, കറണ്ട് ബില്ല് ഇതൊക്കെ ഒന്നിച്ച് കൊടുക്കുന്ന, അതായത് ഒന്നിച്ച് കിട്ടുന്ന വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങോട്ടേക്ക് മാറാം അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ ഇങ്ങനെ താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഓരോ ഏരിയ അനുസരിച്ച് ഇതിന്റെ റെന്റ് വ്യത്യാസം വരും. ഇപ്പൊ നമുക്ക് ഈ സ്വീഡനിൽ ഇപ്പൊ റെന്റ് കൂടുതലാണ് പൊതുവെ. അതേപോലെ ഇപ്പൊ ലണ്ടൻ, മാഞ്ചസ്റ്റർ അങ്ങോട്ടേക്കൊക്കെ വേറൊരു റെന്റാണ്, വേറൊരു എമൗണ്ട്. ഇപ്പൊ സ്കോട്ട്ലൻഡ് അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ വെയിൽസ് അങ്ങോട്ടേക്ക് വേറൊരാണ്. അപ്പം വ്യത്യാസം വരുന്നുണ്ട്, ഏരിയ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. കൗൺസിൽ ടാക്സിന് വ്യത്യാസം വരുന്നുണ്ട്. കൗൺസിൽ ടാക്സ് 200 പൗണ്ട് മേളിൽ കൗൺസിൽ ടാക്സ് ഉള്ള ഏരിയകളുണ്ട്. ചിലയിടത്തൊക്കെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിനൊക്കെ അവൾക്കൊക്കെ 250 പൗണ്ടാ. അവരുടെയൊക്കെ ന്യൂ ബിൽഡ് ഏരിയ ആണ്. ന്യൂ ബിൽഡ് ഏരിയ അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് പുതിയ സർവീസ് ഒക്കെ അവർ തുടങ്ങുന്നത് കൊണ്ടായിരിക്കണം അത്രയും ഇത് കൂടുന്നത്. അപ്പൊ അങ്ങനെ അനുസരിച്ചും വ്യത്യാസം വരും. അപ്പൊ നമുക്കിപ്പോ നിലവിൽ ഇത്രയും രൂപ, അതായത് ഒരാളുടെ സാലറിയുടെ ഒരു 75% ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ, ഗ്രോസറിയുടെ ചെലവുകൾ പറയാം. ഗ്രോസറി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഒരാഴ്ചത്തേക്കൊന്നും ഇല്ല, ഒരാഴ്ചത്തേക്ക് 100 പൗണ്ട് കൂടുതലാ വരും. ജസ്റ്റ് ഒരു തവണ പർച്ചേസ് ചെയ്ത്, അങ്ങനെ ഒരു 3 തവണയെങ്കിലും നമുക്ക് ഒരു വീക്കിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അതിനകത്ത് നിന്ന് നമ്മളൊക്കെ മേടിച്ച കുറച്ച് സാധനമല്ലേ മേടിച്ചിട്ടുള്ളൂ. അപ്പം ഗ്രോസറി എത്ര വരും? നമുക്കൊരു 400 പൗണ്ട് ഒരു മാസത്തേക്കല്ലേ? ഒരു മാസത്തേക്ക് 400 പൗണ്ട്. 400 പോരാ, ഒരു മാസത്തേക്ക് ഒരു 600 പൗണ്ട് വേണ്ടി വരും. ഒരു 600 പൗണ്ടിനടുത്ത് ചെലവ്. ഞങ്ങൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കാരണം ഗ്രോസറിയുടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഗ്രോസറി ഇങ്ങനെ നമ്മളിങ്ങനെ പോയി കുറച്ച് മേടിക്കുന്നതുകൊണ്ട് ഓരോ തവണ അസ്റ്റേലൊക്കെ പോയിട്ട് വരുമ്പോ 30 പൗണ്ട് 40 പൗണ്ട് 50 എന്നൊക്കെ പറഞ്ഞ് റേറ്റ് ആവാറുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു 600 പൗണ്ടിനടുത്ത് നമുക്കൊരു ഒരു മാസത്തേക്ക്. 600 പൗണ്ടൊന്നും അല്ലടി, നമുക്ക് റഫ്ലി ഒരു 600-ന്റെയും 1000-ന്റെയും ഇടയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് 3 പേരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞങ്ങള് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതിന്റെ ഒക്കെ അനുസരിച്ച് ഓരോരുത്തരുടെ വ്യത്യാസം വരും. അത് ശരിയാ. എന്താ ചെലവില്ലേ? അതെ, ഞാനിപ്പോ ഗ്രോസറി 600 1000 പറഞ്ഞപ്പോഴേ എന്റെ ദൈവം എന്ത് ചെലവാന്ന് ആലോചിച്ചേ. അതന്നെ. അപ്പൊ അത് വിട്ടെ, നമുക്ക് ഗ്രോസറിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള മാത്രമല്ല കേട്ടോ, നമ്മുടെ അല്ലാതെ ഉള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ അല്ലാതെ ഉള്ളത് സാധനങ്ങളൊക്കെ മേടിക്കും. നമ്മുടെ ബാത്തിങ്, ഷവർ ജെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അത്രയും വരുന്നുണ്ട്. അപ്പൊ തന്നെ എത്ര 2000-ന് മുകളിലായില്ലേ? ഇപ്പൊ തന്നെ ഒരു 2000 ഒരു ഗ്രോസറി ഒരു 700 ആവറേജ് പിടിക്കുക കേട്ടോ. ഒരു 700 ആവറേജ് പിടിക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 2200 എബോവ് ആയി. നമ്മുടെ 2200 എബോവ് ആയി. അപ്പൊ അടുത്ത് നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്തോ. അടുത്ത നമ്മുടെ കാറിന്റെ കാര്യം കേട്ടോ. ഒരു വർഷത്തേക്ക് കാറിന് 220 പൗണ്ട് ടാക്സ് വരുന്നുണ്ട്. പുറമെ ഒരു വീക്കിലേക്ക് നമുക്ക് ഒരു 60 പൗണ്ടിന്റെ പെട്രോൾ ഇല്ല, ഒരു 40 പൗണ്ടിന്റെ പെട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് 95. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇപ്പം ഇവളെയും കൂടെ ആഡ് ചെയ്തപ്പോ അതിന് കുറച്ച് കൂടുതലായി. 95 നമ്മളെ വീടിന്റെ കൂടെ കൂട്ടി 95 പൗണ്ടാണ് ഒരു വീക്കില്, അല്ല ഒരു മാസം വരുന്നത്. ഒരു വർഷമല്ല അത് കൂട്ടണ്ടേ? അല്ല, ഒരു മാസം 95 വരുന്നത്. നമുക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഈ 220, സോറി കേട്ടോ, 220 ഞാൻ പറഞ്ഞില്ലേ ടാക്സ്, അതൊരു വർഷത്തെയാ. അതാ ഞാനും വിചാരിച്ചത്. ഇപ്പൊ 95 പ്ലസ് ഇൻഷുറൻസ് എത്രയത്? ഇൻഷുറൻസ് ടാക്സ് കാർ ഇൻഷുറൻസ് എത്ര വരുന്നത്? 18 പൗണ്ട് ഒരു മാസം. പിന്നെന്താ വരുന്നത് കാറിനകത്ത്? നമ്മുടെ എമൗണ്ട് ഒക്കെ ഒരു വർഷത്തിലേ ഉള്ളൂ. റോഡ് ടാക്സ് ആണ് ഈ 220 പറഞ്ഞ് 18 പൗണ്ട്. എംഒടിയും സർവീസിങ്ങിനും വേറൊരു എമൗണ്ട് പോകും. അത് നമ്മളെ വണ്ടീനെ അനുസരിച്ചിരിക്കും. അതുപോലെ പാർക്കിംഗ്, പുതിയ വണ്ടിയാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് ലക്ഷറി വണ്ടിയാണ് അത് നമ്മൾ പറയണ്ട. പിന്നെ പാർക്കിംഗ് ചാർജ് എത്രയാണ് നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു മാസം? ഞാനൊരു 30 പൗണ്ടിന്റെ ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അത് എനിക്ക് തോന്നുന്നു 180 ആണോ 2 പൗണ്ട് ആണോ, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത്രയാണ് വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും കാർ എടുക്കാറില്ല പോകുമ്പോ. അപ്പൊ നമുക്ക് അത് പിടിക്കണ്ട, കാരണം നമ്മൾ പാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മളെ ഇതാണല്ലോ. അപ്പൊ അത് എത്രയായത് കാറിന്റെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ.
ഇപ്പൊ തന്നെ 2500. ഇപ്പൊ തന്നെ 2500 ഉണ്ട്. കാറിന് മാത്രം ഏകദേശം എത്രയായി? 120. നിലവിൽ നമുക്ക് കാറിന് വരുന്നത് 233 പൗണ്ട് അല്ലേ? 233 പൗണ്ട്. അതിന് പുറമെ നമ്മളെ മറ്റേ വിൻഡ് സ്ക്രീൻ, മറ്റേ സ്ക്രീൻ വാഷ് ഒക്കെ ഒഴിക്കുമല്ലോ, എല്ലാം കൂടെ കൂട്ടി ഒരു 250 പൗണ്ട് നമുക്ക് അത് വരുന്നുണ്ട്. 250 പ്ലസ് ഈ എത്രയും മൊത്തം 200 എത്രയായി? 2500 സംതിങ് ആയി. 2507. 2500 പൗണ്ടായി നിലവില്. അതിന് പുറമെ നമുക്ക് പിന്നെ നമ്മുടെ കൊച്ചിന്റെ ഇപ്പം നഴ്സറിയും സ്കൂളൊക്കെ ആയല്ലോ. ആമി നഴ്സറിയിൽ പോകുന്നുണ്ട്. ആമി നഴ്സറി പോകുന്ന കംപ്ലീറ്റ് ചെയ്തു. സമയത്ത് അവൾക്ക് മീൽ അതിന്റെ ഒരു പൈസ കൊടുക്കാറുണ്ട്. അത് 37 പൗണ്ടാണ് അതിന് മന്ത്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളുണ്ട്. നമ്മൾ യൂണിഫോമൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയുണ്ട്. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ, ഇപ്പൊ നമുക്ക് അസ്തേ നന്ന് കിട്ടിയത് കാരണം നമുക്ക് അത് വില കുറച്ച് കിട്ടി. നമുക്ക് ഈ സ്കൂളുകാർ അയച്ചു തരുന്ന സാധനത്തിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 200 പൗണ്ടിന് മേളിലാവും. ഇവര് നമുക്കൊരു ലിങ്ക് അയച്ചു തന്നായിരുന്നു. അപ്പൊ അത് അവർ നിർബന്ധം പറയുന്നില്ല അത് തന്നെ വേണമെന്ന്, അല്ലാതെയുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ ഫസ്റ്റ് ടൈം പാരന്റ്സ് ആയതുകൊണ്ട് കറക്റ്റ് അറിയില്ലല്ലോ. നമ്മളെ അയൽപക്കത്തെ പിള്ളേർ നോക്കിയിട്ട് ജസ്റ്റ് ഹായ് പറയുന്നുണ്ട്. ഹായ്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അടുത്ത് എന്നായിരുന്നു പറഞ്ഞത്? നമ്മൾ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? നമ്മളിത് കാറിന്റെ എക്സ്പെൻസ്, കാർ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ എക്സ്പെൻസ് അല്ല, നമ്മളിപ്പോ ഞാൻ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. വലിയ കഥ പറഞ്ഞ പിള്ളേർ വന്ന് നോക്കിയാൽ എന്റെ ഇത് പോയി. കാറിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞല്ലോ. മൊത്തം 2500 പൗണ്ടും പിന്നെ ഇതിന് പുറമെ നമുക്ക് കൊച്ചിന്റെ കാര്യം മീൻസ് നഴ്സറിയുടെ കാര്യം. അപ്പൊ അതൊരു 37 പൗണ്ടാണ് കേട്ടോ പെർ മന്ത്ലി വരുന്നത്. 37. പിന്നെ അവരെ സ്കൂളിലെ കാര്യങ്ങൾ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. അതിപ്പോ നഴ്സറിയുടെ കഴിഞ്ഞു, ഇനിയിപ്പോ സ്കൂളിൻ്റെത് വരാൻ പോകുന്നതേ ഉള്ളൂ. അത് വേറെ ആയിരിക്കും. പക്ഷെ ആമിക്ക് സ്കൂള് റിസപ്ഷനും ഇയർ 1-നും മീൽ അവർക്ക് ഫ്രീ ആണ്. അപ്പൊ ഇനി വേറെ എന്തൊക്കെ ചെലവുകളാന്നുള്ളത് ഇനി സെപ്റ്റംബർ തൊട്ട് അറിയാൻ പഠിക്കാണ്ടിരിക്കുന്നത്. അതാ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെ സ്കൂൾ നഴ്സറിയുടെ കഴിഞ്ഞാൽ 30 പൗണ്ടോ 37 പൗണ്ടോ കണ്ടായിരുന്നു മാസത്തില്. അതിപ്പോ നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെലവ് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ് കേട്ടോ. നമുക്ക് അത് ഓക്കെയാണ്. അതേപോലെ തന്നെ ഈ ചൈൽഡ് കെയറിന്റെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസയാ. നമുക്ക് ചൈൽഡ് കെയർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആകെ അവിടുത്തെ ഫുഡിന്റെ പൈസയും അങ്ങനെ എന്തോ ചെറിയ ചെറിയ നാപ്കിൻസ് മറ്റേ ഇത് അതും ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന്റെ പൈസ, അങ്ങനത്തെ ഉള്ള പൈസയാണ് അവർ മേടിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അവിടെ ഒരു ഫീസ് ആയിട്ടല്ല മേടിക്കുന്നത്. സാധനം അവർ തരുന്ന സാധനത്തിന്റെ പൈസ മേടിക്കുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ആമയുടെ കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പം പഠിക്കാതിരിക്കുന്നുള്ളൂ. നമ്മൾ അത് പഠിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അവള് വരാൻ പോകുന്നതേ ഉള്ളൂ. ചെലവ് വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത് തന്നെയായിരുന്നു നമുക്ക് പറയാനുള്ള. അടുത്ത് വരുന്നത് നമ്മുടെ മെഡിക്കലിന്റെ കാര്യം പറയാം. മെഡിക്കൽ, അതായത് നമുക്കിപ്പോ ഇവിടെ നമ്മൾ വിചാരിക്കില്ല നമുക്ക് മെഡിക്കൽ എല്ലാം, മെഡിസിൻ എല്ലാം ഫ്രീ ആണ്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ. കിഡ്സിന്റെ ഒക്കെ മെഡിക്കേഷൻ ഫ്രീ ആണ്. പ്രഗ്നൻസി ഉള്ളവർക്ക് അങ്ങനെ ചില ബെനിഫിറ്റ്സ് ഉള്ളവർക്ക്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് മെഡിസിൻ മേടിക്കുമ്പോൾ പൈസ കൊടുക്കണം കേട്ടോ. ഫാർമസിയിൽ നിന്നുള്ള മെഡിസിൻ മേടിക്കുമ്പോൾ പൈസ കൊടുക്കണം. അപ്പൊ അതന്നെ, അത് അങ്ങനെ ഒരു ചെലവ് വരുന്നുണ്ട്. അതും വലിയ ഒരു 50 പൗണ്ട് 60 പൗണ്ടിന്റെ ഈ പറഞ്ഞ പോലെ ചുമയുടെ മരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് മെഡിസിന് വേണ്ടി ചെലവാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഫുള്ള് ഫ്രീ ആണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നോ പറയാൻ പറ്റില്ല. മെഡിസിന് നമുക്കൊരു ഏകദേശം ഒരു 20 പൗണ്ടോളം മാറ്റുന്നുള്ളത്. കാരണം എപ്പോഴും പനി ഇത് വേണം. അതാ ഞാൻ പറഞ്ഞത്. അതേപോലെ നമുക്ക് തലവേദന വരുമ്പോ ഇതെല്ലാം ഞങ്ങള് സ്റ്റോക്കാണ് നമ്മളടുത്ത്. തലവേദനയുള്ളത്, വയറ്റിളക്കത്തിന്റെ, ഗ്യാസിൻ്റെത്, നടുവേദന, മുട്ടുവേദന, ഇതെല്ലാം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കുന്നത്. അതല്ലാതെ ഞാൻ പറഞ്ഞത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കണ്ടിട്ടില്ല കേട്ടോ. അതിന് നല്ല റേറ്റ്, അതിനുണ്ട് 80 പൗണ്ടെങ്ങാണ്ടാണ് ഓൺലൈൻ ത്രൂ നമുക്ക് എടുക്കുന്നതിന് 80 പൗണ്ട് ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ഭാവിയിൽ എടുക്കേണ്ടി വരുമോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പം അത് നമ്മൾ പറയുന്നില്ല. അടുത്ത നമുക്ക് വേറെ ചെലവിന്റെ കാര്യം പിന്നെ നമുക്ക് ഈ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ പറയേണ്ടതാണ് നമ്മുടെ ഇത് സബ്സ്ക്രിപ്ഷൻ ചാർജസ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അങ്ങനെയുള്ളതിന്റെ ഒരു എമൗണ്ട് എല്ലാം നമ്മളടുത്തുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പരിപാടികളൊന്നും ഇല്ല. അപ്പൊ ആ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ ആമസോണിലുണ്ട്, ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പിന്നെ ആമസോണിന്റെ പ്രൈം അതുണ്ട്. പിന്നെ വേറൊരു കാര്യം ഫോൺ റീചാർജ് വരുന്നുണ്ട്. ഫോൺ റീചാർജ് ഒരു 20 പൗണ്ട് വരുന്നുണ്ട്. എനിക്ക് 14 പൗണ്ടും മിന്നുവിന് ഒരു 5 പൗണ്ടിന്റെ അതും വരുന്നുണ്ട്. അതിന് പുറമെ മറ്റേ ഇത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി ഒരു 50 പൗണ്ടിനടുത്ത് വരുന്നില്ല. അത് ഒരു 50 പൗണ്ട് അതും വരുന്നുണ്ട് ഒരു മാസം. അടുത്തെന്താ? സബ്സ്ക്രിപ്ഷൻ മാത്രം. എല്ലാം ക്യാൻസൽ ചെയ്യണം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം എല്ലാം ക്യാൻസൽ ആക്കാൻ. അടുത്ത പറയും.
ചെറിയ ചെറിയ സബ്സ്ക്രിപ്ഷൻസ് ആണ്, പക്ഷെ മാസം കൂട്ടുമ്പോ അത് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പോ പേടിയാവാൻ തുടങ്ങിയിട്ടാ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ഇരുന്നാട്ടെ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത പറയും. പിന്നെ ചൈൽഡ് കെയറിൽ പറഞ്ഞപ്പോ വേറെ കാര്യം, നമ്മളിങ്ങനെ ആമിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിപ്പം ആക്ടിവിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്യല്ലോ, ഇപ്പൊ അവളെ സോഫ്റ്റ് പ്ലേയിൽ കളിക്കാൻ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ളതൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിന് വേറൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതല്ല, ആമിയുടെ കാര്യങ്ങളെല്ലാം കൂടി ടോയ്സ് പിന്നെ പോട്ടെ, അങ്ങനെയല്ല അതുകൊണ്ട് അതുപോലെ ഇപ്പൊ ക്ലോത്ത്സും അതെല്ലാം ഇതിനകത്ത് വരും. പക്ഷെ ഇപ്പൊ നമുക്കൊരു 100 പൗണ്ട് വെച്ചിട്ട് ഒരു മാസം ചൈൽഡ് കെയറിന്ന് കിട്ടുന്നത് നമുക്ക് അതിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അത് കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളതാണ്. 3 മാസമായോ? 3 മാസമായി. ചൈൽഡ് കെയർ കിട്ടുന്നൊക്കെ നമ്മൾ അവൾക്ക് വേണ്ടിട്ട് തന്നെ ചിലവാക്കുവാണ്. അതങ്ങനെ നമ്മൾ സേവിംഗ് ആയിട്ട്, ആക്ച്വലി അത് നമുക്ക് സേവിംഗ് ആക്കി വെക്കുവാണെങ്കിൽ അവ ഭാവിയിൽ അവർക്ക് കൊടുക്കാം നമ്മൾ. പക്ഷെ ഇതുവരെ അങ്ങനെ 3 മാസം ആയതുകൊണ്ടായിരിക്കും നമുക്ക് അതിന്റെ ഒരു ചൂട് വന്നിട്ടില്ല. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അതും കൂടി സേവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ നമുക്ക് ചെലവ് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആമിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അതന്നെ, നമ്മളത് അവൾക്ക് വേണ്ടിട്ട് തന്നെ ചെലവാക്കുവാണ്. ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എല്ലാ ആഴ്ചയും ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ ചെയ്യുന്നത്, എന്താ മേടിക്കുന്ന വെച്ചാൽ അറിയില്ല കേട്ടോ. ഞങ്ങള് ഭയങ്കരത്തിൽ കുറച്ചു. ആക്ച്വലി എങ്ങനെ ഈ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം പോകും. അല്ല, നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്, നമുക്കൊരു മൈൻഡിനൊരു ഇത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ ഇറങ്ങുന്നതായിരിക്കും. ഒന്ന് നമുക്ക് ഗ്രീൻ ബ്രിഡ്ജ് പാർക്കിൽ പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് ഓർബിറ്റ് പാർക്കിൽ പോയിട്ട് പറഞ്ഞ് ഇറങ്ങും. നമ്മുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് കറങ്ങിയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. അത് ഭയങ്കര ചിലവാണ് അത്. കാരണം നമ്മളിപ്പം 100 പൗണ്ടിൽ കുറഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിംഗ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റില്ല. ഇപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വാച്ചൊക്കെ മേടിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പോയി കഴിയുമ്പോൾ, ഔട്ട്ലെറ്റൊക്കെ പോയി കഴിയുമ്പോൾ വാച്ചിരിക്കുന്നുണ്ടപ്പോൾ അന്ന് അത് മേടിക്കാന്നുണ്ട്, ഞാൻ മേടിക്കും. ഞാനത് പിന്നെ ചിന്തിക്കില്ല അന്നേരം. അതേപോലെ ഷൂ കണ്ടു കഴിഞ്ഞാൽ മേടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, എന്ത് നോക്കിയാലും കിട്ടൂല. മിന്നുവിന് ഡ്രസ്സ് മേടിക്കാൻ പോയാൽ ലാസ്റ്റ് എനിക്ക് ഡ്രസ്സ് മേടിച്ചിട്ടാ വരല്. അപ്പൊ മിന്നുവിന് ചെലവുകൾ കുറവാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെലവ് കൂടുതലാണ്. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല, അത് കൂട്ടണ്ട. അത് കൂട്ടി മിന്നു എന്നെ ഈ വീട് കഴിയുമ്പോ തല്ലി കൊല്ലും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെ ഇനിത്തൊട്ട് നമ്മളെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ, ഇത് നമുക്ക് ശരിക്കും ആവശ്യമാണോന്ന് മേടിച്ചാൽ അത് പിന്നെ അത് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്നപ്പോ നമ്മൾ അത് ആലോചിക്കാൻ തുടങ്ങി. കാരണം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കയ്യിലിരുന്ന പൈസ മൊത്തം തീർന്നു. അന്നേരം അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഞങ്ങളിപ്പോൾ ചെയ്യാറുള്ളൂ. അപ്പം ഞങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചിലവർ ഇങ്ങനെ ചിലവാക്കുന്നവരുണ്ട്, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യല്ലേ ഇങ്ങനെ ഒന്ന്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോ ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി. ഇപ്പൊ എത്രയായി, 3000 ആയോ നമ്മുടെ ചെലവ്? ഞാന് ഈ അല്ലാതെയുള്ള ഇതുകൾ ഞാൻ മെയിനായിട്ട് കൂട്ടുന്നില്ല. ഒരു 3 വീക്ക് കൂടുമ്പോൾ ഞാൻ ആദ്യം മുടി മുറിക്കാൻ ഭയങ്കര മടിയുള്ള മാസത്തിൽ ഒരു 1-2 മാസം കഴിയുമ്പോൾ ഞാൻ മുടി മുറിക്കുള്ളായിരുന്നു. എന്റെ പണ്ടത്തെ കോലം കണ്ടറിയാം, പേക്കോലം. മുടി ഒന്നല്ലേ മുടി വളർത്തിയാലേ അങ്ങനെ. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ മുടി മുറിക്കും. അപ്പം മുടി മുറിക്കാൻ ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. 20 പൗണ്ടിനടുത്ത് മുടി മുറിക്കാനാവുന്നുണ്ട് ചില സ്ഥലത്ത് കേട്ടോ, എല്ലായിടത്തും ഇല്ല. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദിക്കാരെടുത്താ പോകുന്നത്. അവരിപ്പം ആദ്യം ഞാൻ പോയിക്കൊണ്ടിരുന്ന അർമേനിയ ഇല്ല, തുർക്കിക്കാർ. അവന്മാരെ പോയ മൊയന്താക്കി വിടുമായിരുന്നു. അവരെ പോലെ ആക്കി വിടും. അപ്പൊ ഇപ്പൊ നമ്മളെ നാട്ടിലെ അവരുടെ ഹെയർ കട്ട് അടിപൊളി, അവർക്ക് നല്ലതാ. പക്ഷെ നമുക്ക് അത് അടിക്കുമ്പോഴത്തേക്ക് എനിക്കത് ചേരുന്നില്ല. എന്റെ ഒരുമാതിരി പൊട്ടണ പോലെ ഉണ്ടാവും. മുടി മുറിച്ച് 2 ആഴ്ചത്തേക്ക് കണ്ട മനസ്സിലാവാത്ത അവസ്ഥയാവും. അപ്പം ഇപ്പൊ ഞാനൊരു ഹിന്ദിക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ള ടീമാണ്. അപ്പൊ അവര് വലിയ തരക്കേടില്ലാത്ത മുറിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? അപ്പം അത് പിന്നെ ഒരു 20 പൗണ്ട് വെച്ചിട്ട് അതാവുന്നുണ്ട്. പിന്നെ മിന്നുവിന് ഹെയറിന്റെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പിന്നെ ഹെയർ ഒന്നുമില്ല, എന്റെ ഹെയർ മുറിക്കുന്ന അബിയാണ്. എന്റെ 20 വെച്ച് 1 വർഷം ആവുന്നതിന്റെ ഉള്ള മെഷീൻസ് ഇവിടെ വേറെ മേടിച്ചു വെച്ചിട്ടുണ്ട്, നീട്ടാനുള്ളത്. എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് എന്റെ മുടി കേളായിട്ട് കിടക്കുമ്പം എന്റെ ഫേസിന്, എന്റെ മുടി ബേസിക്കലി കേളി ഹെയർ ആണ് കേട്ടോ. അപ്പൊ എനിക്കത് ഇഷ്ടമില്ല. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മുന്നൊന്ന് സ്ട്രൈറ്റ് ചെയ്യും ചെറുതായിട്ട്. പക്ഷെ എനിക്ക് സ്ട്രൈറ്റ് ആണ്, എനിക്ക് അങ്ങനെ ഉള്ളപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ചെലവുകൾ അതൊന്നും പിന്നെ ഇതിന്റെ കൂടെ കൂട്ടുന്നില്ല. നമുക്ക് അതൊക്കെ ഓരോരോ നാട്ടിലാണെങ്കിൽ ഈ ചെലവുകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ മൂവി ബുക്ക് ചെയ്യുമ്പോൾ ഉള്ളത്, മൂവിയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ട് അല്ല, ഒരു 8 പൗണ്ട് മേളിലോട്ടാണ്. നമ്മുടെ നാട്ടിൽ 200-300, ഇപ്പൊ നാട്ടിൽ 500 രൂപയ്ക്കാ. അപ്പം ഇവിടെ ഒരു 8 പൗണ്ട് മേളിലോട്ടാ. 20 പൗണ്ടിനായിരുന്നു നമ്മൾ ലാസ്റ്റ് സ്പൈഡർമാൻ കാണാൻ പോയത്. അത് 4DX ആയിരുന്നേ.
അല്ല 20 പൗണ്ട്, അതെ 18 പൗണ്ടോളം വരും ഒരാൾക്ക് ടിക്കറ്റിന്. അപ്പൊ ടിക്കറ്റ്. ഇപ്പൊ നമ്മുടെ നോർമൽ മൂവി ആണെങ്കിൽ അപ്പം അതൊക്കെ ബേസിക് ഓരോരുത്തരുടെ ഇതിൽ വരുന്നതാണ്. അപ്പൊ റഫ്ലി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ ചെലവിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മള് പറയാൻ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളെ പാർക്കിങ്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലത്ത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാൽ ആ ടൂറിസ്റ്റ് സ്ഥലം കാണുന്നതിനേക്കാൾ കൂടുതൽ പൈസയാണ് അവിടെ പാർക്കിങ്ങിന് വരുന്നത്. അയ്യോ, ഭയങ്കര പാർക്കിങ്, 20 പൗണ്ട് 25 പൗണ്ട് ഒക്കെ പോയ സമയത്ത് എന്നാ എമൗണ്ട് ആണെന്നറിയാമോ? അതായത് ഭയങ്കര പൈസ പാർക്കിങ്ങിന് വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവർ ഇത്ര പാർക്കിങ്ങിന് ഇത്ര പൈസ മേടിക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ഔട്ടിങ്, അതായത് കോഫി, സിനിമ പറഞ്ഞു, കോഫി പറഞ്ഞു, ഇനി നമ്മൾ റെസ്റ്റോറന്റിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ചില സമയത്ത് ഭയങ്കര ടയേർഡ് ആവാൻ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക ചെയ്യാറ്. അപ്പൊ അതിനൊരു ചെലവ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാ മാസവും നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മുടെ അതിന്റെയൊക്കെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നടത്തിയ ഓരോ യാത്രയ്ക്കും 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയായി ഓരോ വിദേശ യാത്രയ്ക്കും. അതേപോലെ തന്നെ ഞങ്ങളൊരു സ്കോട്ട്ലാൻഡിലേക്ക് ഒരു 8 ദിവസത്തെ യാത്ര പോയിട്ടുണ്ടായിരുന്നു, അതിന് 3000 പൗണ്ടിനടുത്തായി. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഇത്രയും ചെലവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പോകാതെ ഒരുപാട് പേര് ഞങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഞങ്ങളിലൊക്കെ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഇട്ടായിരുന്നു, ഞാൻ ഇതിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ട് സേവ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഷോപ്പിങ്ങിന് പോകാറില്ല, ഒരു സ്ഥലം കാണാൻ പോകാറില്ല, കാർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നാളെ നമ്മുടെ വീഡിയോ കാണുന്ന ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെ ചിലവാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇത്ര ചിലവാന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നത് എന്താണ്, ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സേവ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ്, കാരണം നമ്മളെ ഓരോരുത്തരുടെയും ഇത് വ്യത്യാസമാണ്, ജീവിത രീതി, ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ നമ്മൾ ലൈഫിനെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ പുള്ളി നമ്മൾ അന്ന് ആ പുള്ളി കമന്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ കാർ യൂസ് ചെയ്യാറില്ല, എനിക്ക് കാറിന്റെ ആവശ്യമില്ല, ഞാൻ വീട്ടിലിരുന്ന വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഇതുവരെ 10-13 വർഷമായി ഇവിടെ ലണ്ടനിൽ, പക്ഷെ ഞാൻ ഇതുവരെ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. അപ്പൊ അവർക്ക് ചെലവ് കുറവായിരിക്കും. നമ്മളിപ്പം എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ പിന്നെ ഷെയർഡ് അക്കോമഡേഷനിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഫാമിലി ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 600 പൗണ്ട് 700 പൗണ്ടേ വാടക വരത്തുള്ളൂ. അപ്പം നമ്മളത് ഇത് 1200 എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തിനിത്ര വാടക കൊടുക്കണം എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിങ്ങനെയാണ്, ഓരോരുത്തരുടെയും വ്യത്യാസമാണ്. അപ്പം നിലവിൽ നമുക്കിപ്പോൾ മൊത്തം എത്ര അയക്കുന്ന ചിലവ്? നിലവിൽ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ആയിരിക്കുന്നത് 1784, ഇൻക്ലൂഡിംഗ് ഫിലിം അതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും 2800 വരും. 2800 പൗണ്ട് 2800 പൗണ്ടും ഒരു 200 പൗണ്ട് നമുക്ക് എക്സ്ട്രാ പിടിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, 3000 പൗണ്ട് നമുക്ക് നിലവിൽ ഇപ്പം നമുക്ക് ചെലവുണ്ട് അല്ലേ? ഇതിനകത്ത് കുറച്ച് കൂടാനുണ്ട്, എത്ര കുറഞ്ഞാലും ഒരു 3000 പൗണ്ട് വരും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്നതാണ്. ചില സമയത്ത് ഞങ്ങള് ഇപ്പം പുറത്തേക്കാ, അല്ലെങ്കിൽ ഇപ്പൊ അൽബേനിയ ആണെങ്കിൽ ഈ വർഷം തന്നെ ഈ വർഷം മൂന്ന് വിദേശ യാത്ര നടത്തി നമ്മൾ. ഒന്ന് നാട്ടിലേക്ക് പോയി, അതേപോലെ നമ്മള് അൽബേനിയ പോയി, പിന്നെ മറ്റേ ഇവിടെ സെർബിയ. യാത്രയും അത്യാവശ്യം നല്ലൊരു പൈസ ചെലവായ യാത്രയായിരുന്നു. പിന്നെ ഒരു എക്സ്പെൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടതാണ് ഈ നാട്ടിൽ പോകുന്ന കാര്യങ്ങളുടെ. നമ്മൾ നാട്ടിൽ പോയി ഒന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4 lakhോളം നമ്മളെ മിനിമം ആണ് ഞാൻ പറയുന്നത്. ഒരു 4 ലക്ഷം നമ്മുടെ ടിക്കറ്റും ജസ്റ്റ് അവിടുത്തെ യാത്ര അത് മാത്രമായി പോവാം. ഈ കഴിഞ്ഞ തവണ നീ പറയുന്നത് 4 lakh ആണ് ഈ പറയുന്ന ചെലവ്. കഴിഞ്ഞ തവണത്തേക്ക് ചെലവെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾ വാറിന്റെ ടൈമിൽ, കാരണം ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇവിടെ ഇറങ്ങണം. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്തോട്ട് വേറെ ഫ്ലൈറ്റ് കയറണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യണം. ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു 8 hours അല്ലെങ്കിൽ ഒരു ദിവസം നഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇത്തവണ ഫുള്ള് ഫ്ലൈറ്റിൽ തന്നെയാണ്. പിന്നെ മംഗലാപുരത്തോട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ എമൗണ്ട് വന്നു അങ്ങനെ. അപ്പൊ പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പം നമ്മൾ അവിടെ നിന്നുള്ള ചെലവുകൾ ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസിൽ വരുന്ന കാര്യം തന്നെയാണ്. അത് ഒരു 5-6 ലക്ഷം നമ്മൾ ഒരു തവണ നാട്ടിൽ പോകുമ്പം പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചെലവുണ്ടായ വർഷമാണ്. അപ്പൊ ഈ യാത്രകൾ പോട്ടെ നോക്കാം, അത് ഞങ്ങൾ മാറ്റുന്നു. അതിന് പുറമെ നമ്മൾ 3 പേർക്കും നമ്മൾ PR എടുത്തതിന് ഏകദേശം 1000-15,000 പൗണ്ടിനടുത്തായി അല്ലേ? അതൊരു വലിയ ചെലവായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും തന്നെ ഏകദേശം 4,000 ആയി. ആമിക്ക് 1,500. 4,000 അല്ല 2 പേർക്ക്, ഒരാൾക്ക് 4,000, 2 പേർക്ക് കൂടി 8,000. പിന്നെ ആമിയുടെ ടോട്ടല് 10,000 പൗണ്ടിനടുത്ത്, അതായത് 100-200 പൗണ്ടിന് കുറവുണ്ടാവും. ചിലര് വിചാരിക്കോ നാട്ടിൽ അവിടുന്ന് 5 ലക്ഷം PR കിട്ടി എന്നൊക്കെ പറയും. PR കിട്ടുന്നത് വെറുതെ അല്ല, നമ്മൾ ഇത്രയും പൈസ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ്. ഒരു വലിയൊരു സേവിങ്ങിന്റെ ഭാഗമാണ് നമ്മുടെ ഇറങ്ങിയെന്ന് പോയത്. അപ്പൊ 10,000 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലെ ഒരു 12-13 ലക്ഷം രൂപയോളം വരും. അപ്പൊ അത്രയും നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ
അത് വേറൊരു ചെലവ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ 3000 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചെലവാട്ടോ. നമ്മള് ബേസിക് ആയിട്ടുള്ള യാത്ര പോകുന്നതിന്റെ പൈസ എല്ലാം കൂട്ടിക്കഴിഞ്ഞാല് അത് വലിയ എമൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ സേവിങ് എന്താണ് അല്ലേ. ഒരാളുടെ സാലറി എന്ന് പറഞ്ഞാൽ 2500 പൗണ്ടിനടുത്തേ ഉണ്ടാവുള്ളൂ. 2500 പൗണ്ട് ബേസിക് ആയിട്ടുള്ള നമ്മളെ ബേസിക് സാലറി ആട്ടോ ഞങ്ങളുടേത്. ഇപ്പം പലരും കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടായിരുന്നു. അയാൾക്ക് 3000 ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3000, 5000 4000 സംതിങ് ഉണ്ട്. അന്നേരം അവർക്ക് ഈ പറഞ്ഞ ചെലവുകൾ നടത്താം. ഇതല്ല ഇതിനേക്കാൾ വലിയ ചെലവ് നടത്തുന്ന ആൾക്കാരായിരിക്കും. ഞങ്ങളുടെ ബേസിക് സാലറിയാണ്. ഞങ്ങൾക്ക് ഈ ബേസിക് സാലറി മതി. നമുക്കിത് ഇനിയും ഭാവിയിൽ ദൈവം അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുവാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ ബേസിക് സാലറി നമുക്ക് ഏകദേശം ഒരു 4000, 3500, 4000 പൗണ്ടിന്റെ ചെലവ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ താമസിക്കുന്ന ഏരിയ അനുസരിച്ചും നമ്മൾ താമസിക്കുന്ന വീട് അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. നമ്മുടെ കൂടുതലാണ് നമുക്ക്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനനുസരിച്ചൊക്കെ ഇത് വ്യത്യാസം. അങ്ങനെ നോക്കാറില്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളിപ്പോ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങളിപ്പോ വിചാരിക്കുന്നത് വെച്ചാൽ ഇന്നിപ്പോ പെട്ടെന്നെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? ഇത് നമ്മളൊന്നും ഇല്ലെങ്കിലും വന്ന് ഈ പറഞ്ഞ പോലെ സന്തോഷ് ജോർജ് കുളങ്ങര വന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നിറങ്ങി ഇനി ബുക്കിന്റെ താളുകൾ ഒരു 2 3 മറിക്കണ്ടേ? ഏകദേശം 4 മറിച്ച് നമ്മളല്ലേ. അപ്പൊ അങ്ങനെയുള്ള അതായത് പല സ്ഥലങ്ങൾ കാണണം. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മൾ ട്രാവലും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറഞ്ഞു. മുന്നേ ഞങ്ങൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് ക്യൂൻസ് പാർക്ക് വരെ ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾക്ക് ടൈം കിട്ടുന്നില്ല. ഒന്നാമത് ഞങ്ങളുടെ ജോലി, പിന്നെ ആമിയുടെ കുറയട്ടെന്നാണ് ഞാനും പറയുന്നത്. നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു കയ്യിൽ 500 പൗണ്ട് എക്സ്ട്രാ വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും പോവാന്നുള്ള ഒരു 500 പൗണ്ട് സേവിങ് ആവുമ്പോഴത്തേക്കും 500 പൗണ്ട് സേവിങ് ഇല്ലെങ്കിലും ഞങ്ങൾ പോകും. അതാണ് ഞങ്ങളുടെ കാര്യം. കട എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. അതാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ വണ്ടി കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ വണ്ടി അറിയാലോ, ഒരു പഴയ വണ്ടിയാണ്. 2012 മോഡല് ഫോർഡ് ഫോക്കസ് ആണ്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ആള് കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ സാധനം കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതിനകത്ത് ക്യാമ്പിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. പിന്നെ വണ്ടിയും കുറച്ച് ഇതായി വരുന്നുണ്ട്. വണ്ടി പഴയതായി വരുവാണല്ലോ. വണ്ടിയുടെ ബാറ്ററിക്ക് 1-2 തവണ നമ്മൾ പോയി, 2 തവണ നമുക്ക് ബാറ്ററിക്ക് പണി കിട്ടി. രാവിലെ സ്റ്റാർട്ട് ചെയ്യാതെ പിന്നെ നമ്മുടെ അടുത്ത് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഞങ്ങൾ വിചാരിച്ചു വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ വണ്ടിയുടെ മുകളിൽ നിന്ന് കാരിയറും കാര്യങ്ങളൊക്കെ അഴിച്ചായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ വണ്ടി കൊടുക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. വണ്ടി കൊടുക്കുന്നതല്ല, വണ്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ വേറെ വണ്ടി മേടിക്കാനുള്ള ഇതായിട്ട് വേണമല്ലോ നമുക്ക് കൊടുക്കാൻ. അതെ, ടെന്റ് മാറ്റിയപ്പോഴും ചോദിച്ചായിരുന്നു നിങ്ങൾ. ടെന്റ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നുണ്ട്. ടെന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ല വേണ്ടല്ലേ, ടെന്റിന് വിൽക്കണ്ട. ടെന്റിനെ വിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഒരു സാധനം ഞങ്ങൾ കളയൂല. ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നം അതാണ്. ഞങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കുറെ സാധനം എങ്ങനെ കൊണ്ടേ കളഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അതെ അതെ, ഞങ്ങൾ ഇവിടുന്ന് വാരി ഇട്ടതിൽ നിങ്ങൾ കണ്ണേ കുറെ എണ്ണം എടുത്ത് തിരിച്ച് ഞങ്ങൾ വെച്ചു. അതിനകത്ത് അത് ആ കാർ സീറ്റ് ഒക്കെ കളഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ചൊരു സ്ഥലമുള്ള പഴയ പോലത്തെ വീടൊക്കെയാണ് ഞങ്ങൾ പുറകിൽ ഒരു ഔട്ട് ഹൗസ് ഒക്കെ അതുകൊണ്ട് വെച്ചതെല്ലാം. കാർ സീറ്റിന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇനി അത് വെച്ചോണ്ടിട്ട് കാര്യമില്ല. 3 വർഷം ഓൾറെഡി കഴിഞ്ഞു. ഇനി ഒരു പുതിയ കൊച്ചായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇരുത്താൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുപേർ അന്ന് ചോദിച്ചായിരുന്നിട്ട് വേറെ ആൾക്ക് കൊടുത്തുകൂടെയെന്ന്. പിന്നെ ഈ കാർ സീറ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നെ ഗ്യാരേജിൽ വെച്ചതാ. അങ്ങനെ പൂപ്പലും ഇതൊക്കെയായി നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ജനിച്ചൊരു കൊച്ചിനൊക്കെ അത് സ്കിന്നൊക്കെ അത്രയും സോഫ്റ്റ് ആയുള്ള സ്കിന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കളഞ്ഞതാ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് നമ്മൾ വ്യതിചലിച്ചു പോകുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പെൻസസ് വരുന്നത്. പിന്നെ വേറെ കാര്യം, എന്റെ ചെടി മേടിക്കല്, അത് വേറൊരു വലിയ എക്സ്പെൻസ് ആണ്. ചെടി മേടിച്ച് അതിന്റെ കൂടെ ചെടി മേടിച്ച് 2 ചട്ടി മേടിക്കും. അങ്ങനെ നിലവിൽ ഏകദേശം എത്ര രൂപയുടെ ചെടി മേടിച്ചിട്ടുണ്ട്? 10-30,000 രൂപ ചെടി മേടിച്ചിട്ടുണ്ട്. ചെടിയും ചട്ടി അടക്കം. ചില സമയത്ത് നമുക്ക് എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഇതിന് പുറകെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് നമ്മുടെ ഡേയ്സ് മുമ്പോട്ട് പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരിടയ്ക്ക് ഒരു ബുക്ക് മേടിക്കലായിരുന്നു, ഓർമ്മയുണ്ടോ? നാട്ടിൽ പോയി വരുന്നവരെ അതായത് നാട്ടിൽ നിന്ന് അയപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ബുക്കുകൾ ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ബുക്കുകളും അതിന്റെ പുറകെയായിരുന്നു. ബുക്കിന്റെ വായിക്കുന്നുണ്ട്. പക്ഷെ ബുക്കിന്റെ ആ ഒരു മേടിയിൽ കുറഞ്ഞു. അന്നേരത്തേക്കും ചെടിയിലേക്ക് പോയി. പിന്നെ ഇൻഡോർ ചെടികൾ, ആദ്യം ഔട്ട്ഡോർ ചെടികളായിരുന്നു. മൊത്തം ചെടി എന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ മേടിച്ചിട്ടുണ്ട്. നല്ലൊരു പൈസയുടെ ചെടി മേടിച്ചു ഇവിടെ വെച്ചു. അത് കുറെ എണ്ണം നശിച്ചു പോയി. പക്ഷെ കുറെ എണ്ണങ്ങളുണ്ട്. കഴിഞ്ഞാണ് പപ്പയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയും ചെടി മേടിക്കുമായിരുന്നു. അതിപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇൻഡോർ ചെടികളിലേക്കായി. ഇൻഡോർ ചട്ടി മേടിക്കണം, അതിന് 2 ചട്ടി, ഒരു ചട്ടി അകത്ത്, ഒരു ചട്ടി പുറത്ത്.
അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പൊ അതൊന്നും ഞങ്ങൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അതിപ്പോ ഓരോരുത്തരുടെ ഹോബിയാണല്ലോ. പലർക്കും പല വേറെ കുറെ പരിപാടിയാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ അതിന്റെ ചെലവ്, ഫുട്ബോൾ കളിക്കാൻ അതിന്റെ ചെലവ്. അബി അങ്ങനത്തെ ഒന്നും പോവാറില്ല കേട്ടോ. ക്രിക്കറ്റിന് അങ്ങനത്തെ അതിനൊന്നാണ് ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല. കാരണം ഇന്ന് ഇപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. ചൊവ്വാഴ്ച ദിവസം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ്. കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയും ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യണം. എനിക്ക് ഇതിനോട് താല്പര്യമുള്ളത് കാരണം എൻ്റെ സമയം മൊത്തം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫാമിലി മാനാണ്, ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ നീ വിടുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ. ഇവള് വിടത്തില്ല, എന്നിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന്. നിനക്ക് താല്പര്യം ഉണ്ടായാൽ വിടുകയൊക്കെ ചെയ്യും. താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. വിടത്തില്ല, ആദ്യമൊക്കെ വിടത്തില്ല. മീൻസ് സമയമില്ല. ആമി ഉണ്ടായി കഴിഞ്ഞ കൊച്ചിനെ നോക്കാൻ അബി ഒന്ന് വന്നു കഴിയുമ്പോഴേക്കും കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ക്രിക്കറ്റ് എന്നൊക്കെ അപ്പം അങ്ങനെ അല്ലാതെ നല്ല 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 പാർട്ട്നേഴ്സും ഉണ്ട്. വിടുന്ന ചേട്ടൻ പൊക്കോന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പറയില്ല. അതാ പറഞ്ഞേ. എന്നിട്ട് ഇവിടെ ഇപ്പൊ പറയുന്നത് എനിക്ക് താല്പര്യം. ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരുന്ന മുംബൈയിലുണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പണ്ട് ഞാൻ കിടന്ന് ക്യാച്ച് പിടിച്ചിട്ട് ഇത്ര ഏക്കർ തൊലി പോയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്പെൻസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എപ്പോഴും ഞങ്ങൾ പറയുകയാണ്, ഇത് ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരും ജീവിതത്തെ കാണുന്ന പെർസ്പെക്റ്റീവ് വേറെ രീതിയിലാണ്. ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്, ട്രിപ്പ് പോകുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഒരു എക്സ്പെൻസിലോട്ട് കയറി വരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനുള്ള മൈക്ക്, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു 10,000 പൗണ്ടിന് മേളില് ഗാഡ്ജറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ. 2 ഡ്രോണ്, ഒരു ഡ്രോണ് മേടിച്ചു വെള്ളത്തിലിട്ട്, അടുത്ത ഡ്രോൺ മേടിച്ചു, മൈക്ക് ഒരെണ്ണം മേടിച്ചു, അത് കട്ടപ്പുറത്തായി, അടുത്ത മൈക്ക് മേടിച്ചു. അത് വെള്ളത്തിലിട്ട് തന്നെ എല്ലാരും വെള്ളത്തിലിടുന്നത്. അബിയാണ് ഇതെല്ലാം വെള്ളത്തിലിടുന്ന വെച്ചാൽ അത് വെള്ളത്തിൽ വീണതാണ് അതിന്റെ പ്രശ്നമാണ്. അതൊക്കെ മൈക്കും ഫോണിൽ കണക്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വീഡിയോ പിടിക്കാൻ പോയെങ്കിൽ പിന്നെ ഞാൻ അറിഞ്ഞില്ല വാട്ടർ പ്രൂഫ് അല്ലാന്നുള്ളത്. അത് ഞങ്ങള് ഡെറിൽ ഡോർ പോയ സമയത്ത് അപ്പൊ തിരമാല ഞാൻ ഷൂട്ട് ചെയ്തയാ. തിരമാല കിട്ടി, സൗണ്ട് കിട്ടിയില്ല, സൗണ്ട് വെള്ളത്തിനടിയിലായി പോയി. അപ്പൊ അത് അങ്ങനെ മൈക്ക് പോയി. അത് പിന്നെ ക്യാമറ എനിക്ക് തോന്നുന്നു DJIയുടെ ഓൾമോസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ എല്ലാ ക്യാമറ എൻ്റെ അടുത്തുണ്ട്. Pocket 3 ഉണ്ട്, നാനോ ഉണ്ട്, Action 5 ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഡ്രോൺ ഉണ്ട്. അങ്ങനെ 4 ക്യാമറ അതിന്റെ തന്നെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറ DSLR നമ്മുടെ Canonന്റെ 250D. ഇതിനും കൊണ്ടൊരു 3-4-5 ലെൻസ്. അപ്പൊ ഇതും ഇങ്ങനെ അത് എനിക്കും ഈ ഗാഡ്ജറ്റ് മേടിക്കാനും അതിനകത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോ ആണല്ലോ നമ്മുടെ ലൈഫിനൊരു ഇത് വരുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചോ പൈസ ഉണ്ടാക്കി ഇപ്പൊ പെട്ടെന്നൊരു ദിവസം നമ്മൾ മരിച്ചു പോയിട്ടുണ്ട്, എന്ത് ചെയ്യും? അതന്നെ. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ സെർബിയ, അൽബേനിയ ഒരു ട്രിപ്പൊക്കെ പോയത് തന്നെ. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ബ്ലഡിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അഥവാ ഇനി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ വലിയൊരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നു പോയായിരുന്നു. നമ്മൾ ഈ വീഡിയോ കാണുന്നവർ പലരും ഇപ്പൊ ഇന്നലെ ഞാൻ ഈ മിനിഞ്ഞാന്നിരുന്ന് പറഞ്ഞ വീഡിയോയിലെ ഞാൻ ഈ പറഞ്ഞായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം. പക്ഷെ ഞാൻ അത് പകുതി ഞാൻ കട്ട് ചെയ്തു. നമുക്ക് ഈ പറയുമ്പോൾ എല്ലാം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ പലരും പല രീതിയിൽ ഇതിനെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ള ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ ഇതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബാക്കി. പക്ഷെ ഞാൻ അത് മുന്നേ എഡിറ്റിങ്ങിലൂടെയും ഇതേ പറഞ്ഞ പോലെ പകുതി കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെക്കും, പകുതി കാര്യങ്ങളെ നമ്മൾ പറയത്തില്ല. ഇപ്പൊ ഞാൻ ബ്ലഡിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞങ്ങളെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെയാണ് ഞങ്ങളെ നാട്ടിൽ പോയ സമയത്ത് ആ ഒരു ടൈമില് ഞങ്ങൾ കടന്നു പോയത്. പക്ഷെ അതൊന്നും ഞങ്ങള് വീഡിയോയിലൂടെ പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ വേറെ ആർക്കും ഞങ്ങളുടെ ക്ലോസ് സർക്കിൾ ഉള്ളവർക്കേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു ടൈമില് അപ്പൊ ആ ഒരു ടൈമിലാണ് ഞങ്ങള് ട്രിപ്പ് പോയി. സെർബിയ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു യാത്ര. ആദ്യം നമുക്ക് ആ കയറുമ്പോൾ അവിടുന്ന് ഇമിഗ്രേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ കുറച്ച് ബുദ്ധിമുട്ട് ഒഴിച്ചാല് അത് വേറെ ഒരു വിഷയമില്ല. ട്രിപ്പിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പോയി മോണ്ടിനിഗ്രോയിൽ പോയതോടുകൂടി ഞങ്ങള് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഇത് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ യാത്ര ചെയ്യാൻ ഇപ്പൊ ഈ വിദേശ യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് പോവുക. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവിടെ ഇറങ്ങിയിട്ടുള്ള അട്രാക്ഷൻ ബുക്ക് ചെയ്യുക, ഹോട്ടൽ ഒന്നിനും വേറെ ആരുടെയും സഹായം ഇല്ലാതെ പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഒരുപാട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ സാധാ മനുഷ്യന്മാരാണ്. എന്നിട്ട് ഞങ്ങള് മോണ്ടിനിഗ്രോയിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോയി. മോണ്ടിനിഗ്രോ എന്ന് കുറെ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു വിദേശത്ത് വന്നാല്. ഞാനൊക്കെ വിചാരിച്ചത് അമേരിക്ക പോലെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. മീൻസ് അത്രയും സെറ്റപ്പ് ആയിരിക്കും. ചിലപ്പോ നമുക്ക് ഫുഡ് കിട്ടൂല, വണ്ടി നമ്മൾ ഇന്ത്യനെക്കാളും
താഴ്ന്ന രാജ്യം പോലെ നമുക്ക് തോന്നും അവിടെ എത്തിക്കഴിയുമ്പോൾ. ഇന്ത്യയൊക്കെ ഇതിനേക്കാൾ എത്ര ബെറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ പ്രോബ്ലം കുറെ സോൾവ് ചെയ്യാൻ പഠിക്കും, കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ആൾക്കാരെ കാണുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആ ടയർ പഞ്ചറായ ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ലാസ്റ്റ് ദിവസം നമ്മൾ ഒരു കാസിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ഏകദേശം നമുക്ക് 200 കിലോമീറ്റർ തിരിച്ച്, 200 അല്ല 400 കിലോമീറ്റർ കണ്ട് തിരിച്ചോടണം. അപ്പൊ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് അങ്ങോട്ട് തിരിച്ചെത്തുള്ളൂ. അപ്പൊ ഈ സമയത്തേക്ക് നമ്മുടെ വണ്ടിയുടെ പഞ്ചറായി. പിന്നെ നമുക്ക് ഇത് എവിടെ പോകണം അറിയത്തില്ല. പിന്നെ ഈവനിങ് ആയി അന്നേരത്തേക്ക് വൈകുന്നേരം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സംഭവം അടച്ചു. അന്ന് പക്ഷെ അവിടെ ഒരു ഗുണം എന്നാ വെച്ചാൽ അതായത് ഈ പറഞ്ഞ പോലെ ടയർ കടയുടെ ഫ്രണ്ടിലും നമുക്ക് സെൽഫായിട്ട് ടയർ കാറ്റടിക്കാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല. അവിടെ ഈ സംഭവം ഉണ്ട്, തണുപ്പ് കൂടിയിട്ട്, അതായത് ഞാൻ പറയുമ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ കാറ്റടിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ കാറ്റടിച്ചിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഓടി. 50 കിലോമീറ്റർ ഓടി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ടയറിന്റെ കടകളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ട് അത് മാറ്റി. അപ്പൊ ഈ 50 കിലോമീറ്റർ ഒക്കെ നമ്മൾ പോകുന്ന നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇതിപ്പോ പൊട്ടുവോ അല്ലെ വഴിക്കാവോ എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഇപ്പൊ ഫ്ലൈറ്റ് ആണ്, വൈകുന്നേരം എത്തണം, നമ്മൾ അവിടെ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര ഒരു പ്രഷർ. അന്നേരം പ്രഷർ ആണെങ്കിൽ ഇന്ന് അത് ഓർക്കുമ്പോ ഒരു രസമാണ്, അഡ്വഞ്ചർ ആയിട്ട് അത് ലാസ്റ്റ് ദിവസം. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാക്കേജ് ഒക്കെ എടുത്ത് പോവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നമുക്ക് അറിയണ്ട, നമ്മൾ പോവാ വരിക എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ വരുമ്പോ നമുക്ക് അവിടുത്തെ ആ സ്ഥലമായിട്ടും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ആ പഞ്ചർ ചെയ്യാൻ പോയ സ്ഥലവും ആ ഏരിയയും അങ്ങനെ ആ ഓടിച്ച വഴികളും. അങ്ങനെ അതാ പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു വേറെ സ്ഥലത്തെത്തി. എന്നിരുന്നാലും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഒരു 3500 പൗണ്ടാണ് നമ്മുടെ ഒരു വർഷത്തെ അല്ല ഒരു മാസത്തെ ചെലവ്. യെസ്, ഇതിന് പുറമെ നമ്മുടെ നാട്ടിലോട്ട് അയക്കുന്ന പൈസ വേറെ ഉണ്ട്. നാട്ടിലെ കാര്യങ്ങൾ നോക്കണല്ലോ, അപ്പൊ നാട്ടിലേക്ക് അയക്കുന്ന പൈസ വേറെ ഉണ്ട്. അതേപോലെ തന്നെ ഇത്രയൊക്കെ ഉള്ളു, കോമൺ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളു. ബാക്കിയൊക്കെ എല്ലാവർക്കും വരുന്ന ചെലവുകളൊക്കെ തന്നെ. ചിലപ്പോൾ ചില ഫാമിലിക്ക് 2000 പൗണ്ടൊക്കെ വരുള്ളൂ, ചില ഫാമിലിക്ക് 1500 പൗണ്ട് ചിലർക്ക് 1500 വരുള്ളൂ. എനിക്കറിയുന്ന ഒരു മലയാളിയല്ല, ഹിന്ദിക്കാരനാണ്. അപ്പൊ അവൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വീട് ഇപ്പൊ ഇതേപോലെ നമ്മളെ വീട് പോലെ വാടകയ്ക്ക് എടുത്തേക്കുക. അപ്പൊ വാടകയ്ക്ക് എടുത്തിട്ട് 2-3 റൂമുണ്ട് അതിനകത്ത്. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വാടകയ്ക്ക് കൊടുത്തേക്കുക. അപ്പം ഓരോ ഫാമിലി ആയിട്ട് അതിനകത്ത് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് 500 പൗണ്ട് വെച്ച് മേടിക്കുന്നുണ്ട്. അപ്പം അവൻ 1000 പൗണ്ട് അങ്ങനെ കിട്ടി, അവൻ്റെ 1500 പൗണ്ടിനുള്ള അവൻ്റെ തീർന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചെലവ് കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ 500 പൗണ്ടും ബാക്കിയുള്ള ഈ പറഞ്ഞ പൈസ സേവ് ആയിട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഓരോരോ രീതിയാണ്, ഓരോരുടെയും ലൈഫ് ഭയങ്കര വ്യത്യാസമാണ് അല്ലേ. ചിലരുടെ ലൈഫ് പോകുമ്പോൾ നമ്മൾ അയ്യോ ഇവരെന്താ ഇങ്ങനെ, ഇപ്പൊ ഞങ്ങളെ കാണുമ്പോ ചിലർ വിചാരിക്കുന്നത് ഇവരെന്താ ഇങ്ങനെ ചെലവ് ചെയ്ത് ജീവിക്കുന്നതെന്ന്. ചിലരെ കാണുമ്പോ ഇപ്പം നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്നും അത്ര ചെലവാക്കുന്നൊന്നും ഇല്ല. ഇതൊക്കെ പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള ആൾക്കാരുടെ ചെലവായി പറഞ്ഞത്. നമ്മള് സേവ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള ആൾക്കാരുടെ ചെലവാണ് നമ്മൾ പറയുന്നത്. നമ്മളെ എല്ലാവരും യാത്ര പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഫസ്റ്റ് നമ്മൾ സേവിങ് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് മാറ്റി വെക്കാനില്ലല്ലോ. വീണ് തൊട്ട് ഞങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. പറ്റട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പൊ ഇതാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ചെലവ് കാര്യങ്ങൾ വരുന്നത്. ഇനിയും കൂടാനേ ഉള്ളൂ, കുറയാനില്ല ഇതിനകത്ത്. അതെ, ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നവരും കൂടി വരുവേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ആദ്യം വന്ന സമയത്ത് ഇത്ര ഒരു എക്സ്പെൻസ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്രോസറി പർച്ചേസിങ് ആയിക്കോട്ടെ, അല്ലാത്ത നമുക്ക് ഇത്രയും ഒരു ചെലവ് വരത്തില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് സാലറി നമുക്ക് ഹൈക്ക് വരുന്നില്ല, സാലറി നമുക്ക് കൂടുന്നില്ല. സാലറി ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നത്, പക്ഷെ നമ്മുടെ ചെലവ് കൂടി വന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ നമ്മളെ ഈ കടയിൽ പോയി കഴിയുമ്പം നാട്ടിലെ പയർ, നമ്മള് നാട്ടിൽ 10 രൂപയ്ക്ക്, മുംബൈയിലൊക്കെ 15-20 രൂപയ്ക്ക് ഇങ്ങനെ ഒരു കെട്ട് പയർ കിട്ടുമായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിന് 5 പൗണ്ട് 6 പൗണ്ട് എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. എന്റെ ദൈവം 600 രൂപയാണ്. അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന പിന്നെ അത് മാറി. കാരണം നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യും, നമ്മളെ നാട്ടിലെ പൈസ ഇവിടുത്തെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ചെയ്യാറില്ല, മുന്നേ ഭയങ്കരത്തിൽ ചെയ്യുമായിരുന്നു. 1-2 വർഷത്തോട്ട് നമുക്ക് കമ്പയറിംഗ് ഉണ്ടായിരുന്നു. ആദ്യം ഞാനൊക്കെ ഇവിടെ വന്ന് നമ്മൾ ആദ്യത്തെ 2 മാസത്തേക്ക് ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ വരെ പോകണമെങ്കിൽ പിന്നെ എത്ര 1.something പൗണ്ട് എന്ന് പറയുമ്പോൾ 120 രൂപ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു പോകുമായിരുന്നു. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ നടന്നു പോകുമായിരുന്നു.
അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അവിടെ പോകണമെങ്കിൽ വേണേൽ ടാക്സി വിളിക്കും. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറും. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ചെലവുകൾ കൂടും. ഇനിയും കൂടിയേ പോവുള്ളൂ. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാണ്, ഞങ്ങൾ അഹങ്കാരത്തോടു കൂടി പറയുന്നതല്ല. അതിനിടയിൽ ഒരു പാർസൽ വന്ന കേട്ടോ നമ്മളെ. അപ്പോൾ പാർസലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പാർസൽ ഓർഡർ ചെയ്യലും കുറച്ച് കൂടുതലാണ്. അത് നമ്മളിപ്പോ ജ്വല്ലറി ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചെലവുകൾ എല്ലാം കൂടെ കൂട്ടി ഒരു വലിയ ചെലവാണ്. അപ്പൊ ആമസോൺ, ടെമോ ഇതെല്ലാം കൂടി കൂട്ടണം. അത് സത്യം പറഞ്ഞ എക്സ്പെൻസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറൌണ്ട് പറഞ്ഞല്ലോ ഒരു 4000 പൗണ്ടിലോട്ട് തന്നെ വരും. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് പിന്നെ ഇത് സാലറി നോക്കുമ്പോ അത്രയും ഇല്ല അല്ലേ ചേ? സാലറി ഈ പറഞ്ഞ നമ്മൾ ഓവർ ടൈമിന് പോകുന്നില്ല, നമുക്ക് അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള പരിപാടി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സേവിങ്സ് ഇല്ലാത്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീട് മേടിക്കാത്തത് അല്ലേ? വീട് മേടിക്കാത്തതിന്റെ വേറെ കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ വീട് മേടിക്കാത്ത എന്താന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നോട്. എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. കമന്റിന്റെ എല്ലാ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എന്ത് വീട് മേടിക്കാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് വീട് മേടിക്കാത്ത എന്താണെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യാം. വീട് മേടിക്കാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങൾ നമുക്കത് സോൾവ് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ എടുത്ത് ചാടി മേടിക്കാനും അല്ലെങ്കിൽ പൈസ ഈ പറഞ്ഞ പോലെ വീട് മേടിക്കാൻ പറ്റാനിട്ടല്ല. വീട് മേടിക്കണമെന്നതിന് മുന്നേ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നതിന് മുന്നേ കാലം കിട്ടരുതെന്ന് പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ടോ അല്ലെ UK മതിയാക്കി നിർത്തി പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, വേറെ കുറെ കാരണങ്ങളുണ്ട് അല്ലേ? അതെ, അഹങ്കാരമായിട്ട് കൂട്ടരുത്. എന്റെ സംസാരം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സാധാരണക്കാരന്റെ വാക്കുകളിലൂടെ കളരി പുറത്തില്ല ആശാൻ അജിത്ത് എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. അപ്പൊ എന്തിലാവട്ടെ. അപ്പൊ ഞങ്ങളെ വീഡിയോ കണ്ട് സഹായിക്കുന്നവർക്കും കമന്റ് ഇട്ട് എന്താ പറയാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവർക്കും ഒരുപാട് നന്ദി. നന്നായിട്ട് തണുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വിറയ്ക്കുന്നത്. അകത്തിരുന്നാ മതിയായിരുന്നു. അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഞങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് നമ്മുടെ ബാക്ക് യാർഡ് ആട്ടോ. നമ്മുടെ ബാക്ക് യാർഡിലുള്ള 2 അടിപൊളി മനോഹരമായ 2 മരങ്ങളാണ്. ലാസ്റ്റ് വീഡിയോ എടുക്കൂലേ? അല്ലല്ല, ഈ പിന്നെ തണുപ്പ് തുടങ്ങുമല്ലേ, ഇനിയിപ്പോ വിന്റർ വരുന്നോണ്ടാണ്. ഇപ്പൊ വിന്റർ തുടങ്ങും. അപ്പൊ നമ്മൾ ഇനി അകത്തുനിന്നുള്ള വീഡിയോ ആയിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെ. ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ രസമാണ്. ഡയലോഗ് അടിക്കില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഇങ്ങനെ കമന്റ് വഴി നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഇതൊരു പോഡ്കാസ്റ്റ്, ഇത് ഈ പോഡ്കാസ്റ്റ് സെറ്റപ്പ് ആട്ടെ ഇത് അല്ലേ. പക്ഷെ അതിന് മാത്രം കാര്യങ്ങൾ സംസാരിക്കാൻ അറിയണം. നമുക്കാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ ചെലവ് പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ 1200 പൗണ്ട് വാടക പറഞ്ഞത് സത്യമായിട്ട് ചെലവും ഓരോ പൗണ്ട് ഒന്നോ രണ്ടോ പൗണ്ട് വ്യത്യാസം വരുന്നല്ലാണ്ട് വേറെ വ്യത്യാസം വരത്തില്ല. അപ്പൊ നമ്മൾ 3000 പൗണ്ട് ചെലവ് വരുന്ന ആ പൗണ്ട് അത്ര തന്നെ. അതിനകത്തൊരു 500 പൗണ്ട് കൂടുമായിരിക്കും. ഞങ്ങളല്ലാതെ അനാവശ്യമായ ചെലവുകൾ വന്നിട്ട് കൂടുന്നേ ഉള്ളൂ, കുറയത്തില്ല. അപ്പൊ ഇനി വരവിനെ കുറിച്ചുള്ള ഞങ്ങൾക്ക് പറയാം. അത് വേണം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ. രണ്ടുപേരുടെ സാലറി മാത്രമേ വരവുള്ളൂ, വേറെന്താ വരവുള്ളൂ. അപ്പൊ യൂട്യൂബൊക്കെ അപ്പൊ വരവിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമ്മൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എന്താ പറയാ, ബൈ.